ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, അതായത് ഈ ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ക്ലാസ് യു പി എസ് സി എക്സാം പ്ലസ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ പറ്റിയുള്ള വിശകലനവും കൂടാതെ തന്നെ എങ്ങനെ നമുക്ക് കയറി പോകാം ആ രീതിയിലുള്ള ക്ലാസ് ആയിട്ട് നമ്മൾ ഈ കൊടുക്കുന്നത്. ഓക്കെ, നമ്മള് ആദ്യമായിട്ട് തന്നെ പറയുകയാണ് ഇൻട്രൊഡക്ഷൻസ് മിലിറ്ററി നഴ്സിംഗിനെ പറ്റിയാണ്. യു പി എസ് സി എക്സാം മിലിറ്ററി നഴ്സിംഗ് പ്ലസ് NDA നാഷണൽ ഡിഫൻസ് അക്കാഡമി പ്ലസ് CDS കമ്പൈൻഡ് ഡിഫൻസ് സർവീസ്. കൂടാതെ ആൾ യു പി എസ് സി എക്സാമിനെ കുറിച്ച് വരും ക്ലാസ്സുകൾ വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇന്നത്തെ തന്നെ മിലിറ്ററി നഴ്സിംഗ് ആയിട്ടുള്ള കുറെ GK ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ എന്നാൽ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് വിശകലനം നടത്തുകയും ചെയ്യാം. ഇന്നത്തെ ദിവസം ഫസ്റ്റ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണെന്ന് നോക്കൂ. നാഷണൽ അവാർഡ് ഈസ് ഗിവൺ ടു സ്പോർട്സ്മാൻ പെർ സ്പോർട്സ് വുമൺ ടു ഡിസ്റ്റിംഗ്വിഷ് ഇൻ ഇന്ത്യ. എന്താ കുഞ്ഞുങ്ങളെ, ഇതിന് അർത്ഥം എന്താണെന്ന് നോക്കൂ. നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ്, നമുക്ക് സ്പോർട്സ്മാന് കൊടുക്കുന്ന ദേശീയ അവാർഡ് ഏതാണെന്നാണ് ഓപ്ഷനിൽ. ഭാരത് രത്ന അവാർഡ് ഉണ്ട്, നെഹ്റു അവാർഡ് ഉണ്ട്, പത്മ അവാർഡ് ഉണ്ട്, അർജുന അവാർഡ് ഉണ്ട്. മേഡം ഒന്ന് കമന്റ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനകത്ത് ഉത്തരം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. സ്പോർട്സ്മാന് കൊടുക്കുന്ന അല്ലെങ്കിൽ സ്പോർട്സ് വുമണ് കൊടുക്കുന്ന ദേശീയ അവാർഡിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉത്തരം ലാസ്റ്റ് ഓപ്ഷൻ ആണ്, അർജുന അവാർഡ് തന്നെയാണ്. എന്നാൽ നമ്മൾ നാഷണൽ അവാർഡിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അർജുന അവാർഡ് എന്താണെന്നുള്ളത് സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ്. അതായത് സ്പോർട്സ് വേഴ്സിന് കൊടുക്കുന്ന ഒരു നാഷണൽ അവാർഡാണ്. അത് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. ഫസ്റ്റ് ഏതാണെന്നായിരിക്കും ചോദ്യം. ഫസ്റ്റ് ആണ് മേജർ ധ്യാൻ ചന്ദ്. അതായത് അതിന്റെ എക്സ്പ്ലനേഷൻ, അർജുൻ അവാർഡ് ഈസ് ഗിവൻ ടു ഡിസ്റ്റിംഗ്വിഷ് ദ സ്പോർട്സ്മാൻ വുമൺ ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഓഫ് ഇൻ സ്പോർട്സ് ഗെയിംസ് അറ്റ് ദ ഇന്റർനാഷണൽ ലെവൽ എവർ പീരീഡ് 4 years. അതായത് ഒരു സ്പോർട്സ്മാൻ 4 വർഷത്തിൽ അവരുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു അവാർഡാണ് നാഷണൽ അവാർഡ് എന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് രണ്ടാമത്തെ. അതായത് ഒരു സ്പോർട്സ്മാന് കൊടുക്കുന്ന ആദ്യത്തെ ഏതാണ്, മേജർ ധ്യാൻ ചന്ദിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സെക്കൻഡ് ഹയസ്റ്റ് സ്പോർട്ടിംഗ് ഹോണർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്. അതായത് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡിന് ശേഷം ഫസ്റ്റ് ഏതാണ്, മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ് ആണ്. ഇറ്റ് ഈസ് അവാർഡഡ് ആനുവലി ബൈ മിനിസ്റ്റർ ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. ഇത് കൊടുക്കുന്നതാരാ, മിനിസ്റ്ററി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളവരാണ് നമുക്ക് ഈ അവാർഡ് നൽകുന്നത്. ഇറ്റ് വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് in 1961 to honor the outstanding sportsman and woman. ഇത് നമ്മൾ എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ കൊടുക്കാൻ തുടങ്ങിയത് 1961-ലാണ്. ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ RK ബാനർജി വാസ് 20 റെസിപ്പിയന്റ് ഓഫ് അർജുന അവാർഡ് 1961. ഓക്കെ, ഇപ്പൊ നമ്മള് സ്പോർട്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഏതാ ഇതിനകത്തെന്ന് വെച്ചാൽ അർജുന അവാർഡ് നമ്മുടെ ഒരു നാഷണൽ അവാർഡിലെ സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ്. ഫസ്റ്റ് മേജർ ധ്യാൻ ചന്ദ് അവാർഡാണ്. ഓക്കെ, മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡ്, അർജുന അവാർഡ്. ദ്രോണാചാര്യ രണ്ടാമതാണ്. അതായത് എഴുതിയിരിക്കുന്ന ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഫസ്റ്റ് മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡാണ്, രണ്ടാമത്തത് അർജുന അവാർഡ്, മൂന്നാമത്തത് ദ്രോണാചാര്യ അവാർഡ്. അർജുന അവാർഡ് ലൈഫ് ടൈം ഫോർമലി 4ാമത് കിട്ടുന്നതാണ്. ഫോർമലി മേജർ ധ്യാൻ ചന്ദ് അവാർഡ്. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി, രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. ഇത്രയൊക്കെയാണ് നമ്മുടെ നാഷണൽ ലെവലില്
സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് വുമൺ കിട്ടുന്ന പുരസ്കാരം. ഓക്കെ, ഞാൻ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. നിങ്ങൾ ക്വസ്റ്റ്യൻ പറയുന്നതിന്റെ ആൻസർ കൂടി ഒന്ന് റിപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ക്ലാസ് എന്ന് വെച്ചാൽ UPSC ലെവലാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഇതിന്റെ കണ്ടിന്യൂറ്റി കിട്ടിക്കൊണ്ടിരിക്കും. ഫ്രീ ക്ലാസ് ആണ്, നമ്മുടെ ലൈവ് ക്ലാസ് ആയിരിക്കും. അന്നേരം ഇതിന് മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബെസ്റ്റ് ഓഫ് മൺസൂൺ വെസ്റ്റ് ബംഗാൾ ഈസ്. മൺസൂൺ അതായത് വെസ്റ്റ് ബംഗാൾ അടിക്കുന്ന കാറ്റ് അല്ലെങ്കിൽ അതിന്റെ പ്രഭാവത്തെ, മൺസൂൺ പ്രഭാവത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? എന്ത് പേരിലാ കുഞ്ഞുങ്ങളെ? ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുന്നവര് കമന്റ് ചെയ്യുക. ഓക്കെ, ബർദോളി. ഏതാണ്? നമ്മുടെ ബർദോളി എന്ന പേരിലാണ് അറിയപ്പെടുന്ന മൺസൂൺ പ്രഭാവത്തെ അറിയപ്പെടുന്നത് ബർദോളി. ബർദോളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതാ മൺസൂൺ പ്രഭാവത്തെ? ബംഗാളിൽ അടിക്കുന്ന മൺസൂൺ പ്രഭാവത്തെയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുന്ന അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് വെച്ചാൽ എന്തുവാ, പൊട്ടിത്തെറിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ മീനിങ്. പക്ഷെ അവിടുത്തെ മൺസൂൺ കാറ്റനുസരിച്ച് നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത് അവിടുത്തെ പ്രവാഹം അല്ലെന്നുണ്ടെങ്കിൽ അടിക്കുന്ന കാറ്റ് എന്ന രീതിയിലാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ പറഞ്ഞു മൺസൂൺ വെസ്റ്റ് ബംഗാൾ. ഈ അടിയിൽ കൊടുത്തിരിക്കുന്ന നോർത്ത് വെസ്റ്റേഴ്സ് ഇസ് എ ഫേമസ്, അതായത് അതും ഒരു മൺസൂൺ കാറ്റാണ്. നോർത്ത് വെസ്റ്റേഴ്സ് എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലും ആസാമിലും അടിക്കുന്ന മൺസൂൺ പ്രഭാവത്തെയാണ് നോർത്ത് വെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, നോർത്ത് വെസ്റ്റേഴ്സ് ആർ ഡിക്കേഡഡ് ഈവനിങ് തണ്ടർസ്റ്റോം. തണ്ടർസ്റ്റോം എന്ന് വെച്ചാൽ എന്താ? ഇടിമിന്നൽ. അതായത് നോർത്ത് വെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഇടിമിന്നലാണ്. വെസ്റ്റ് ബംഗാളില് അല്ലെങ്കിൽ ആസാമിൽ അടിക്കുന്ന ഇടിമിന്നലിന്റെ രൂപത്തിലുള്ള മൺസൂൺ കാറ്റുകളെയാണ് എന്താ അറിയപ്പെടുന്നത്? നോർത്ത് വെസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. There is a notorious natural can be understood from the local nomenclature and Kalba Sisaki. എന്ന് വെച്ചാൽ ഇതിനറിയപ്പെടുന്ന പേരാണ് കൽബ സിസാക്കി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദിസ് ആർ ദ യൂസ്ഫുൾ ഫോർ ടീ. ഇത് എന്താ, ഈ കാറ്റെന്ന് വെച്ചാൽ തേയില ഉൽപാദനത്തിലും ഏറ്റവും ഗുണമുള്ളതാണ്. ജൂട്ട് ആൻഡ് റൈസ് കൾട്ടിവേഷൻസ്. ജൂട്ടും റൈസും കൾട്ടിവേറ്റ് അതായത് ഉൽപാദനത്തിന് ഏറ്റവും ഉത്തമമായ ഒരു മൺസൂൺ ആണ് ഏത്? ഈ തണ്ടർസ്റ്റോൺ എന്ന പേരിൽ അറിയപ്പെടുന്ന നോർബസ്റ്റർ. ഓക്കെ, നോൺ വെസ്റ്റർ. ഇൻ ആസാം ആൻഡ് ബംഗാൾ ദിസ് സ്റ്റോം ഈസ് നോൺ ആസ് ബർദോളി ചീറ. ആസാമിലും ബംഗാളിലും അറിയപ്പെടുന്നത് ബർദോളി ചീറ എന്നറിയും. ഇപ്പം മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ഇത് നമ്മളിപ്പോ ഒരു മൺസൂണിനെ കുറിച്ചാണ്, രണ്ട് ഭാഗങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഒന്ന് ബർദോളിയെ കുറിച്ചും നോൺ വെസ്റ്റർ എന്താണെന്നുള്ളത്. അതായത് തണ്ടർസ്റ്റോൺ ആണ്, ഒരു ഇടിമിന്നൽ രൂപത്തിലുള്ള മൺസൂൺ ആണ്. അത് ബംഗാളിലും ആസാമിലുമാണ് കാണപ്പെടുന്നത്. ബംഗാളിലും ആസാമിലും പറയപ്പെടുന്നത് ഏതാ? ഈ തണ്ടർസ്റ്റോണെ പറയപ്പെടുന്നത് നോർത്ത് വെസ്റ്റർ എന്നാണ്. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോ ഇതുവരെ രണ്ട് ക്വസ്റ്റ്യൻ കൈകാര്യം ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ഇതെന്ന് വെച്ചാൽ MNSന്റെ ക്ലാസ് ആണ്. നമ്മളിപ്പം ഈ വർഷം മുതൽ പുതിയ ബാച്ചിന്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പുതിയ ബാച്ചിന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ അഡ്മിഷൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ട്. +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും +2ഉം കൂടാതെ +2 പാസ്സായ 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെ അഡ്മിഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അറിയാലോ, MNS എന്ന് വെച്ചാല് മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായി ഒരു പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാവുന്ന തസ്തികയാണിത്. മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായ ഒരു പെൺകുട്ടിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും സുന്ദരമായ അല്ലെന്നുള്ള ആകർഷകമായ IAS IPS തുല്യമായ ഓഫീസർ റാങ്കോടുകൂടി സേവനമനുഷ്ഠിക്കാവുന്ന ഒരു തസ്തികയാണ് MNS. കേരളത്തിന്റെ പ്രത്യേകത പറയാം. കേരളത്തിൽ പ്രത്യേകത എന്ന് വെച്ചാല് ഈ പെൺകുട്ടികൾക്ക് ഒട്ടുമിക്കപ്പെട്ടു ഏതാണ്ട് 50% പെൺകുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ് MNS എന്ന് വെച്ചാൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ത്രൂ ഒരു ഓഫീസറായിട്ട് സേവനം അനുഷ്ഠിക്കാൻ പോകുന്നത് എന്നുള്ളത്.
അന്നേരം ഇതിന്റെയും അഡ്മിഷന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. Who among the following wrote to the book Business at the Rate of Speed of Thought? എന്തോ നിങ്ങളെ ഈ ബിസിനസ് അറ്റ് ദ റേറ്റ് ഓഫ് സ്പീഡ് ഓഫ് തോട്ട് എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണ്? സ്പീഡ് ഓഫ് തോട്ട് എന്ന ബുക്കിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിക്കുന്നത്. ആരാണ് കുഞ്ഞുങ്ങളെ? ഓക്കെ, അൻലസ് നായർ. ഓക്കെ, നമ്മുടെ കമന്റ് വന്നിരിക്കുന്ന പ്രകാരം ബിൽ ഗേറ്റ്സ് ആണ് സ്പീഡ് ഓഫ് തോട്ട്, അതായത് ബിസിനസ് അറ്റ് ദ റേറ്റ് ഓഫ് സ്പീഡ് ഓഫ് തോട്ട് എന്ന് പറയുന്ന ബുക്കിന്റെ പുസ്തകത്തിന്റെ മെയിൻ ഫേമസ് ബുക്കാണിത്. ഇതിന്റെ രചയിതാവ് ബിൽ ഗേറ്റ്സ് ആണ്. ഓക്കെ, എന്നിട്ട് ബാക്കി മൈക്കൽ ഗ്രീൻ ഉണ്ട്, ഡൊണാൾഡ് ട്രംപ് ഉണ്ട്, ജെഫ് ജോയ്സ് ഉണ്ട്. മൂന്ന് പേരും അവരുടെ ബുക്കുകൾ നമുക്ക് അറിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഓപ്ഷനിൽ കണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് അതിലേക്കും നമുക്ക് നോക്കാം. ഓക്കെ, അതായത് സ്പീഡ് ഓഫ് തോട്ട്സ് എഴുതിയത് ആരാണ്? ബിൽ ഗേറ്റ്സ്. ഈ പിക്ചറിൽ കാണുന്ന ബിൽ ഗേറ്റ്സിന്റെ ഫോട്ടോയാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് മൈക്കൽ ഗ്രീൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിന്റെ പേരാണ്. കുട്ടികളെ നോട്ട് ഉണ്ടെങ്കിൽ നോട്ട് എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ സംസാരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, അതായത് മൈക്കൽ ഗ്രീന്റെ പുസ്തകമാണ് ബട്ട് ഡോണ്ട് ആൾ റിലീജിയസ് ലീഡ് ടു ഗോഡ്. ഓക്കെ, ഇതൊക്കെ ഫേമസ് ബുക്സ് ആണ്. നിങ്ങൾക്ക് UPSC പരീക്ഷയ്ക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണിത്. എന്തോ മൈക്കൽ ഗ്രീന്റെ പുസ്തകത്തിന്റെ പേര് ബട്ട് ഡോണ്ട് ആൾ റിലീജിയസ് ലീഡ് ടു ഗോഡ്. അടുത്ത ഇപ്പം 2 ദിവസമായതേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും സ്ഥാനമേറ്റിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് ചേർത്തുള്ളത് തന്നെ ഓർക്കാൻ സുഖമാണ്. ആരാ? ട്രംപ് ടവർ. ട്രംപ് ടവറിന്റെ രചയിതാവ്, റൈറ്റർ ഓഫ് ട്രംപ് ടവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. ഓക്കെ, അടുത്ത ജെഫ് ബിജോയ്സ് ആണ്. ജെഫ് ബിജോയ്സിന്റെ ഇൻവാന്റ് ആൻഡ് വാണ്ടർ ആണ്. ഇൻവാന്റ് ആൻഡ് വാണ്ടറിനെയാണ് ജെഫ് ബിജോയ്സിന്റെ എന്താ കുഞ്ഞുങ്ങളെ? ഇൻവാന്റ് ആൻഡ് വാണ്ടർ. ഓക്കെ, അപ്പൊ നിങ്ങള് പുസ്തകം നമ്മൾ ഈ പരീക്ഷയ്ക്ക് എന്ന് വെച്ചാല് അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യനെങ്കിലും UPSC ആയാലും PSC ആണെങ്കിൽ കൂടി 2 ക്വസ്റ്റ്യനെങ്കിലും ചോദിച്ചിരിക്കും ഫേമസ് റൈറ്റർ അല്ലെങ്കിൽ ഫേമസ് ബുക്കിനെ കുറിച്ച്. നമ്മൾ എല്ലാ റൈറ്ററും ഫേമസ് ആയിട്ടുള്ള റൈറ്റർമാരെയും കൂടാതെ തന്നെ റൈറ്റർമാരെ കൂടാതെ തന്നെ ബുക്സ് ഏതൊക്കെയാണ് ഇവരുടെ ഫേമസ്, അത് കൃത്യമായി പഠിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നിറം ഒരു കണ്ടന്റ് തന്നെയാണ് ബുക്സ് ആൻഡ് ആദേഴ്സ് എന്ന് പറയുന്ന ഒരു ലെസൺ, ഒരു ടോപ്പിക്. ആ ടോപ്പിക്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫേമസ് റൈറ്റേഴ്സ് ഇപ്പൊ പറഞ്ഞാൽ ഇതിനകത്ത് ചോദിക്കുന്ന മൈക്കൽ ഗ്രീന്റെ ഏത് പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക ബട്ട് ഡോണ്ട് ആൾ റിലീജിയസ് ടു ഗോഡ് ലീഡ് ടു ഗോഡ്. അതൊക്കെ മനസ്സിൽ സ്പഷ്ടമായിരിക്കണം. എങ്കിലേ കുഞ്ഞുങ്ങളെ നമുക്ക് ഒരു മാർക്ക് UPSC അറിയാലോ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാം എപ്പോഴും ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ കുറുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാർക്ക് സ്കോർ കുറയ്ക്കാനുള്ളതായിരിക്കും. കാരണം അപ്ലയേഴ്സ് ഒരുപാടാണ്. അത്രത്തോളം നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുക. ഞാൻ വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം 1-2 ഫേമസ് റൈറ്റർ അല്ലെങ്കിൽ 3-4 ഫേമസ് ബുക്സ് ആൻഡ് ആദേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ ആയിരിക്കും ക്ലാസ്. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെതായ ഇമ്പോർട്ടന്റ് കൊടുക്കുക ബുക്സ് ആൻഡ് ആദേഴ്സിന്. ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്ത ചോദ്യം, അതായത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് തന്നെയാണ് NDA ക്ലാസ് കൊടുക്കുന്നുണ്ട്. നാഷണൽ ഡിഫൻസ് അക്കാദമി, ആർമി, എയർഫോഴ്സ്, നേവി കമ്മീഷൻഡ് ഓഫീസർ അതിന്റെ ക്ലാസ് കൊടുക്കുന്ന കൊല്ലം ജില്ലയിലെ ഏക സ്ഥാപനമാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻട്രൻസ് പ്ലസ് SSB കൊടുക്കുന്ന. SSB എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായി മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, നിങ്ങളുടെ സമയം ചെലവഴിക്കാതെ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്.
നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് കുഞ്ഞുങ്ങളെ. ദിൽവാര ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ്. ദിൽവാര ടെമ്പിൾ, ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്താണ് ദിൽവാര ടെമ്പിൾ? അതാദ്യം മനസ്സിലാക്കുക. എന്തിന്റെ പേരിലാണ് ഫേമസ് എന്നെങ്കിൽ നമ്മൾ ദിൽവാര ടെമ്പിളിന്റെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ആദ്യം തന്നെ പറയാം, ജൈനിസത്തിന്റെ പേരിൽ ഫേമസ് ആണ് ദിൽവാര ടെമ്പിൾ. ഓക്കെ, കമന്റ് വരുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഇത് രാജസ്ഥാനില് മൗണ്ട് അബു എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ. ദിൽവാര ടെമ്പിൾ എവിടെയാണ് ലൊക്കേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് അബു, രാജസ്ഥാൻ. മൗണ്ട് അബു രാജസ്ഥാനിലാണ് ദിൽവാര ടെമ്പിള് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ കുഞ്ഞുങ്ങളെ, ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. ദിൽവാര ടെമ്പിൾ ഈസ് ലൊക്കേറ്റഡ് ഇൻ മൗണ്ട് അബു, രാജസ്ഥാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദിൽവാര ടെമ്പിൾ ആർ ദ ഗ്രൂപ്പ് ഓഫ് ശതംബർ ജൈൻ ടെമ്പിൾസ്. ഒരു ഗ്രൂപ്പാണ് ഇതിന്റെ അതിനകത്തുള്ള ദിൽവാര ടെമ്പിൾ. They were built, ഇത് പണി കഴിപ്പിച്ചത് ഡ്യൂറിംഗ് 11th and 13th centuries of are a famous pilgrim center for Jains. ജെയിൻസിന്റെ ഫേമസ് പിൽഗ്രിംസ് 11th 13th സെഞ്ചുറിക്കിടയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം അല്ലെങ്കിൽ പണി കഴിപ്പിച്ചത്. There are 5 temples. ഓക്കെ, ഇതിന്റെ 5 ടെമ്പിൾസിനെ കുറിച്ച് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ, നോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് വീണ്ടും കാണുക, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ പറയുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഒരു UPSC എക്സാം ആയാലും സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആയാലും ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്നതാണ്. അന്നേരം ഇത്രയാണ് 5 ടെമ്പിൾസ്. ലാസ്റ്റ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് മഹാവീർ സ്വാമി, അതായത് ഡെഡിക്കേറ്റഡ് ദ ലാസ്റ്റ് ജെയിൻ ശങ്കര ശ്രീ മഹാവീർ സ്വാമി. ഓക്കെ, ഇങ്ങനെ 5 ടെമ്പിളിന്റെ കാര്യം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അന്നേരം ദിൽവാര ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗണ്ട് അബു, രാജസ്ഥാനിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന വയർ അത് ഏതൊക്കെ തരത്തിലുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്താ? ന്യൂട്രൽ വയർ ഇൻ ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട് ഹാസ് കളർ ഓഫ്. അതായത് നമ്മുടെ വീടുകളിൽ വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂട്രൽ വയറിന്റെ കളറ് എന്താണ്? പറഞ്ഞോളൂ കുഞ്ഞുങ്ങളെ. ഇതൊക്കെ നമ്മൾ ഈസി ആയിട്ട് കളയുന്നതും എന്നാ 2, 3, 4 മാർക്കൊക്കെ UPSCയിലൊക്കെ 4 മാർക്കൊക്കെയാണ് NDAക്ക് ചോദിക്കുന്നത്. 4 മാർക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നതുമാണ്. വളരെ ഈസി സബ്ജക്ട് നമ്മുടെ വീടുകളിൽ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ബ്ലാക്ക് വയറാണ്, അതായത് കറുത്ത വയറാണ് നമ്മൾ ന്യൂട്രലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കറുത്ത വയർ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇത് ന്യൂട്രൽ ആണെന്നുള്ളത്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എയർ സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ഏതൊക്കെയാണെന്ന് നോക്കിക്കോ കുഞ്ഞുങ്ങളെ. ഏതൊക്കെയാ? ബ്ലാക്ക് എന്തിനാ? ന്യൂട്രലിലോട്ടാണ് പോകുന്നത്. അതേസമയം ഗ്രീനോ നമ്മുടെ എർത്ത് ഉണ്ട്, എവിടെയും നമ്മൾ കൊടുക്കേണ്ടത് എർത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടില് കറണ്ട് അധികം പ്രവാഹം കൂടും, അതായത് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. റെഡ് ആണ് ലൈവായിട്ട് പോണത്, ഇതിനകത്ത് നമ്മള് കൈ തൊടരുത്. ഇതിന്റെ ഇൻസുലേഷനിലില്ല, നമ്മൾ കൈ തൊട്ടാൽ എവിടെ പോകുമെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറയുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ബ്ലാക്ക് ആണ്. ന്യൂട്രൽ വയറിന്റെ കളർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബ്ലാക്ക് ആണ്. ഓക്കെ കുട്ടികളെ, അന്നേരം ഞാനിപ്പോഴും പറയാം, നമ്മള് വളരെ സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഒരു ചോദ്യമൊക്കെയാണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് തോന്നും. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇപ്പൊ കറുപ്പ് വയർ, ഗ്രീൻ വയർ, അല്ലെന്നുണ്ടെങ്കിൽ റെഡ്, ഇതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷെ അത് എന്താണെന്നുള്ള അതിനകത്ത് എന്താണെന്നുള്ള ഒരു ചോദ്യമാണിത്.
2 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോകുന്ന ചോദ്യം. അതിനേക്കുള്ള കൊച്ചു കൊച്ചു ബേസിക് ആയിട്ടുള്ള വേറെമ്പോൾ വെച്ചുള്ള ചോദ്യങ്ങൾ UPSC എക്സാമിന് വരുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. ഇത് ഏകദേശം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണെന്ന് തോന്നുന്നു. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ഒബ്സർവ്ഡ് എന്നാണ് നാഷണൽ പഞ്ചായത്ത് രാജ് ദിവസം എന്നറിയപ്പെടുന്ന ഏത് ദിവസത്തെയാണ്? ഇതിനകത്ത് ഒന്ന് പറഞ്ഞോളൂ കുഞ്ഞുങ്ങളെ. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. അന്നേരം ഇതിന്റെ ഒന്ന് കമന്റ് ചെയ്യാം കുഞ്ഞുങ്ങളെ. കമന്റ് എത്രത്തോളം കാണുന്നവര് ചെയ്യുന്ന നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായി? ഏകദേശം കമന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ 22 മാർച്ചാണ് നാഷണൽ പഞ്ചായത്ത് രാജ്. സോറി, ഐ എം റിയലി സോറി. 24 ഏപ്രിലാണ്. ഓക്കെ, 24 ഏപ്രിലിൽ നമ്മുടെ പഞ്ചായത്ത് രാജ് ദിവസമായിട്ടാണ്. ബാക്കി 3 ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, 3 ഡേ കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? 7 ഏപ്രിൽ എന്താണ് കുട്ടികളെ 7 ഏപ്രിലിന്റെ പ്രത്യേകത? Come on my boys, come on children, comment me please. Okay, 7 ഏപ്രിൽ വേൾഡ് ഹെൽത്ത് ഡേ, ലോക ആരോഗ്യ ദിനം എന്നറിയപ്പെടുന്നു. നമ്മള് പഠിപ്പിക്കാണെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞ് പോകുന്ന രീതിയല്ല. നമ്മളെന്ന് വെച്ചാല് ഒരു 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ കണക്റ്റഡ് ഫാക്ട്സ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഏകദേശം എല്ലാ ക്വസ്റ്റ്യനും. അതുകൊണ്ട് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. UPSC ചോദിച്ചിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 24 ഏപ്രിലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പഞ്ചായത്ത് രാജ്. എന്നാൽ 7 ഏപ്രില് വേൾഡ് ഹെൽത്ത് ഡേ എന്നറിയപ്പെടുന്ന 7 ഏപ്രിലാണ്. ഓക്കെ, 22 മാർച്ച് വേൾഡ് വാട്ടർ ഡേ, ലോക ജലദിനം എന്നറിയപ്പെടുന്ന ഏതാ? 22 മാർച്ചിലാണ്. 22 മാർച്ചില് ലോക ജലദിനം എന്നാൽ 16 സെപ്റ്റംബർ. 16 സെപ്റ്റംബർ എന്താണ്? ഓക്കെ, എൻവയോൺമെന്റ് ഡേ. ഏപ്രില് 24 നാഷണൽ പഞ്ചായത്ത് രാജ്. മനസ്സിലായാലും ഇപ്പം 24 ഏപ്രിൽ തന്നെയാണ്. നമ്മൾ ഓരോ ദിവസങ്ങൾ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ദിവസങ്ങളും ഇമ്പോർട്ടന്റ് ഡേയ്സ് ഇതൊക്കെയാണ് ഓരോ പഠിക്കേണ്ട കണ്ടന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ബുക്സ് ആൻഡ് അതേഴ്സ് എന്ന് പറഞ്ഞു. അടുത്ത സ്റ്റെപ്പ് ഷോർട്ട് നോട്ട് ആക്കുക. ഇമ്പോർട്ടന്റ് ഡേയ്സ് വേൾഡ് ആൻഡ് നാഷണൽ. ഓക്കെ, അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ദിവസം പഠിച്ചു തുടങ്ങുക. ഇതിനൊക്കെ വളരെ പ്രാധാന്യമാണ്. UPSC എക്സാം എങ്ങനെയൊക്കെ പോയാലും ഏത് എക്സാമിലും അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ പെർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഏതാ? ഡേറ്റിനെ കുറിച്ച്, ഡേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന്. അതൊരു ഷോർട്ട് നോട്ട് ആക്കുക. ഇമ്പോർട്ടന്റ് ഡേയ്സ് ഒക്കെ അത് എന്നും ഇരുന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നാൽ ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടില്ല. ഓക്കെ കുഞ്ഞുങ്ങളെ, അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്തു പോവുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവൈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻസ് ഓഫ് മെഷർമെന്റ് ഓഫ് ആൾ ടൈപ്പ് ഓഫ് റേഡിയേഷൻ. അതായത് ഏത് ഡിവൈസ് ആണ് കണ്ടുപിടിക്കാൻ ഡിറ്റക്ഷൻ മെഷർമെന്റ്? ഏത്? ഈ ടൈപ്പ് ഏത്? ആൽഫ, ബീറ്റ, ഗാമ. ഈ ആൽഫ, ബീറ്റ, ഗാമ എന്ന റേഡിയേഷൻ കണ്ടു അതിന്റെ ഡിറ്റക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡിവൈസ് ഏതാണ്? ഏതാണ് കുഞ്ഞുങ്ങളെ അതിനകത്ത് പറയാൻ പറ്റുമോ? ഓക്കെ, പറയാം. ഗെയ്ഗർ കൗണ്ടർ എന്നറിയപ്പെടും. ഗെയ്ഗർ കൗണ്ടർ എന്താ? ഈ ഇരിക്കുന്ന പിക്ചറിൽ കാണുന്ന സാധനമാണ് ഗെയ്ഗർ കൗണ്ടർ. ഗെയ്ഗർ മുള്ളർ കൗണ്ടേഴ്സ് ഇസ് ആൾസോ നോൺ ആസ്. ഗെയ്ഗർ മുള്ളറിനെ GM അറിയപ്പെടുന്നതാണ് ഗെയ്ഗർ കൗണ്ടർ എന്ന്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് and measure radiations including alpha, beta and gamma radiation. മനസ്സിലായ കുഞ്ഞുങ്ങളെ? ഇപ്പം ഇതാണ് ഗെയ്ഗർ കൗണ്ടർ. നിങ്ങൾ പലരും കണ്ടു കാണത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ പിക്ചർ കൂടി ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ പിക്ചർ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കൂടെ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ഈ ഗെയ്ഗർ കൗണ്ടർ
എന്ന് വെച്ചാൽ എന്താ? ആൽഫ ഗാമ ബീറ്റ ആ റേഡിയേഷന്റെ ഡിറ്റക്ഷന് വേണ്ടിയുള്ളതാണ് ഗെയ്ഗർ കൗണ്ടർ. ഓക്കെ കുട്ടികളെ, ഇപ്പൊ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തെയാണ്. ദി സ്മാളസ്റ്റ് യൂണിയൻ ടെറിട്ടറി, ഇതിനകത്ത് ഏതാണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം? ദ സ്മാളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാ കുഞ്ഞുങ്ങളെ? ഈ കൊടുത്തിരിക്കുന്ന പുതുച്ചേരി കൊടുക്കണം, ദാമൻ ദീവ് കൊടുത്തിട്ടുണ്ട്, ദാദ്ര ആൻഡ് നഗർ ഹവേലി കൊടുത്തിട്ടുണ്ട്, ലക്ഷദ്വീപ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതാ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം? നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശം മുഴുവനായിട്ട് പഠിച്ചു വെക്കുക. അതിനെക്കുറിച്ച് ഫുള്ള് ഡീറ്റെയിൽസ്, ഒരു കേന്ദ്രഭരണ പ്രദേശം എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അതെല്ലാം പഠിക്കുക. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വരും ക്ലാസ്സുകൾ ഓരോ ടോപ്പിക് വൈസ് നമ്മൾ ക്ലാസ് എടുത്ത് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അന്നേരം ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഡി. ഓക്കെ ഓക്കെ, ഡി ആണ് ആൻസർ വന്നിരിക്കുന്നത്. ലക്ഷദ്വീപ് ഇസ് കറക്റ്റ്. ഓക്കെ, ലക്ഷദ്വീപ് ആണ് ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. എന്നാ ഒന്ന് പറഞ്ഞേ, ഏറ്റവും വലുതേതാ? നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തിലെ ഏറ്റവും വലുത് ഏതാണെന്നൊന്ന് പറഞ്ഞേ, ഒന്ന് കമന്റ് ചെയ്തേ കുഞ്ഞുങ്ങളെ. ഡി എന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ്. ചെറുതുണ്ടെങ്കിൽ വലുതും കാണുമല്ലോ. ഗുഡ് 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 ഗുഡ്, വരട്ടെ വരട്ടെ. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലുതായുള്ള കേന്ദ്രഭരണ. രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചു കേന്ദ്രഭരണ പ്രദേശത്തില്. ഒന്ന് ഏറ്റവും വലുത്, രണ്ട് ചെറുത്. ലക്ഷദ്വീപ് എന്ന് വെച്ചാല് ഏറ്റവും ചെറുതാണ്, ഏറ്റവും വലുത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അന്നേരം ഇതിന്റെ എന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിങ്ങൾ ഒരുപാടുണ്ട്, ഇതിനകത്ത് കൊടുക്കാതെ തന്നെയുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്തൊക്കെയാണ് ഡൽഹി സഹിതമുണ്ട്. അന്നേരം അതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി പഠിക്കുക. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാ ക്വസ്റ്റ്യൻസിനും കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ആൻഡ് ക്യാപിറ്റലോ അല്ലെന്നുണ്ടെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സ്റ്റേറ്റ്സിനെയും ഈ രാജ്യത്തുള്ള മറ്റു കാര്യങ്ങളെ സ്റ്റേറ്റ്സിന്റെ എല്ലാ കാര്യങ്ങള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ആ രീതിയിൽ കവർ ചെയ്യുക. നിങ്ങൾ കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം കൊണ്ട് ക്ലിയർ. ഇപ്പൊ ഞാൻ 3 കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് ക്ലിയർ ചെയ്യേണ്ടതെന്നുള്ളത്. അന്നേരം ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ GK നിങ്ങൾ പുറകോട്ട് പോകില്ല. ഞാൻ ഓരോ ക്ലാസ്സിലും പറയും ഏതൊക്കെയാണ് മെയിൻ ചെയ്യേണ്ട, ഇൻഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെ അതിനകത്ത് ചെയ്യണം, ഓരോ ടോപ്പിക് വൈസും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. കുഞ്ഞുങ്ങളെ കേൾക്കുക, കാരണം നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാവി. എപ്പോഴും മനസ്സിലാക്കുമ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുന്നത്, മറ്റാരുമല്ല. നിങ്ങൾ വിചാരിച്ചെങ്കിലേ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കി മുന്നോട്ട് പോകാൻ പറ്റൂ. ഓക്കെ, എന്നാ അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Where is the Datchingram Sanctuary located? Comment me please. എവിടാണ് ഡച്ചിൻഗ്രാം സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണോ, ജമ്മു ആൻഡ് കാശ്മീരിലാണോ, ഛത്തീസ്ഗഡിലാണോ, കർണാടകയിലാണോ? കമന്റ് ചെയ്യൂ കുഞ്ഞുങ്ങളെ. ഡച്ചിൻഗ്രാം സാങ്ച്വറി എന്നറിയപ്പെടുന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഞാനിപ്പോ പറയാണ്, 4ാമത്തെ പോയിന്റ് ആണ് ഞാൻ പറയുന്നത്. നാഷണൽ പാർക്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്. നിറം മൊത്തം നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിച്ചു വെക്കുക. ഫേമസ് ആയിട്ട് സ്റ്റേറ്റിൽ തന്നെ 3, 4 ഒക്കെ ഫേമസ് ആയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇതിന്റെ ഓപ്ഷനിൽ തന്നെ ഉണ്ട് 4 ഫേമസ്, എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഡച്ചിൻഗ്രാം ആയാലും ബാക്കി ഞാൻ പറയാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ,
അന്നേരം കുഞ്ഞുങ്ങളെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു പോർഷൻ, അതായത് നാഷണൽ പാർക്ക് എന്നൊരു പോർഷൻ കൂടി ഇതിനെ കൂടി ആഡ് ചെയ്യുക. നാലാമത്തെയാണ് ഞാൻ പറഞ്ഞത് നാഷണൽ പാർക്ക്. അതിൻ്റെതായ സീരിയസ് കൊടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ് കുഞ്ഞുങ്ങൾ നമ്മൾ കവർ ചെയ്ത് കട്ട് ഓഫിന് മുകളിൽ പോകുന്ന കാര്യം. പക്ഷെ അതേന്നും പറഞ്ഞ് നമ്മൾ ഇത്തിരി സീരിയസ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് കുട്ടിക്കും UPSC അറ്റൻഡ് ചെയ്യാൻ പറ്റും, കയറി പോകാനും പറ്റും. പക്ഷെ അത് എന്താണെന്ന് തിരിച്ചറിയണം, എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയും. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് വീണ്ടും വരികയാണ്. വേർ ഇസ് ദ ഡച്ചിംഗ്രാം സാങ്ച്വറി ലൊക്കേറ്റഡ്? എവിടാ? ഉത്തരം എന്താ? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഡച്ചിംഗ്രാം സാങ്ച്വറി ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ബാക്കി എന്തൊക്കെ അവിടെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ജമ്മു ആൻഡ് കാശ്മീരിലെ ഡച്ചിംഗ്രാം നാഷണൽ പാർക്ക്. അന്നേരം ഇനി എന്തൊക്കെ കാണുമല്ലോ അവിടെ? എന്തൊക്കെ ഉണ്ടെന്ന് പറയാമോ? ആദ്യം ഒന്ന് കമന്റ് ചെയ്യാവോ? ബാക്കി നാഷണൽ പാർക്ക് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഒന്ന് കമന്റ് ചെയ്ത കുട്ടികളെ. ഗുഡ് ഗുഡ്. ഗുഡ് മക്കളെ എന്നാ ഇതും കൂടെ കമന്റ് ചെയ്തേ. ഈ ജമ്മു ആൻഡ് കാശ്മീരില് വേറെ ഏതൊക്കെ നാഷണൽ പാർക്കാണെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഹെമിസ് നാഷണൽ പാർക്ക്. എന്താ കുഞ്ഞുങ്ങളെ? ഹെമിസ് നാഷണൽ പാർക്ക് ഏതൊക്കെയാ? ഇതാണ്ട് ഈ കൊടുത്തിരിക്കുന്നതാണ് ജമ്മു കാശ്മീർ ഫേമസ് 3 നാഷണൽ പാർക്ക്. ഹെമിസ്, സലീം അലി, ഫേമസ് നാഷണൽ പാർക്ക് സലീം അലി ആൻഡ് ഡച്ചിംഗ്രാം. ബാക്കി ഫേമസ് ഇല്ലെന്നല്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാ? ഹെമിസ് നാഷണൽ പാർക്ക്, സലീം അലി ആൻഡ് ഡച്ചിംഗ്രാം. ഇപ്പം പറഞ്ഞാൽ മനസ്സിലായ കണക്റ്റഡ് ഫാക്ട്സിൽ നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു നാഷണൽ പാർക്കിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരു സ്റ്റേറ്റില്, അതായത് ഇപ്പൊ എടുത്തിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എത്രത്തോളം ഫേമസ് ആയിട്ടുള്ള നമ്മൾ എടുത്ത് കാണാതെ പഠിക്കുക. ഇപ്പൊ ഹെമിസ് നാഷണൽ പാർക്ക് എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടക്ക് പറഞ്ഞ് കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയുക കുഞ്ഞുങ്ങളെ. ഹെമിസ് എവിടാ? ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്ന്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു ചോദിച്ചാൽ നമ്മുടെ ഈ ഉത്തരമാണ്. റൈറ്റ് ആൻസർ ഏതാ? ബി ആണ്, ജമ്മു ആൻഡ് കാശ്മീർ. എന്നാ ആസാമിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കഴിഞ്ഞെങ്കിലും പറ, ആസാമില് ഏതൊക്കെ നാഷണൽ പാർക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നാഷണൽ പാർക്ക് ഉണ്ട്. പക്ഷെ എങ്കിൽ നമ്മുടെ ഫേമസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ ബേസ് ചെയ്താ പഠിക്കുന്നത്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, പഴയ കാലങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നെങ്കിൽ പിരുംകാലങ്ങൾ അത് തന്നെ ആയിരിക്കും, പ്രത്യേകിച്ചൊന്നും വരാറില്ല. എന്നാൽ ആസാമിൽ എന്തൊക്കെയാ? ഗുഡ് ജീവ, സലീം അലി, റുബീന ജയൻ കെ ഗുഡ്, റുബീന കാസിരംഗ നാഷണൽ പാർക്ക് ഗുഡ്. ബാക്കി ദിബ്ബുറു ഓക്കെ ഗുഡ്. മെഹബീൻ മാനസ് ഗുഡ്. മാനസ് ഓക്കെ ഗുഡ്. ഓക്കെ, ആസാമിൽ കാസിരംഗ നാഷണൽ പാർക്ക് ഉണ്ട്, ഡിബ്രു, മാനസ്, ഇത് മൂന്നുമാണ് ആസാമിലെ ഫേമസ്. നമ്മുടെ ഓപ്ഷൻ പ്രകാരം രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ ആയി, രണ്ടാമത്തത് ആസാം. മനസ്സിലായ കുട്ടികളെ? എന്നാ നമുക്ക് ബാക്കി രണ്ട് ഓപ്ഷനും കൂടെ കിടപ്പുണ്ട്, അങ്ങോട്ട് പോയാലോ? കർണാടകയില് ബന്ദിപ്പൂർ ആൻഡ് നാഗർഹോൾ നാഷണൽ പാർക്കാണ് ഇത്തിരി ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നപ്പോഴുള്ള ബന്ദിപ്പൂറിലാണ്. അതുപോലെ തന്നെ നാഗർ ഹോൾ നാഷണൽ പാർക്കിലുമാണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴും പ്രീവിയസ് ബേസിൽ മാത്രം UPSC ആയാലും PSC ആയാലും ഏതായാലും നമ്മൾ പ്രീവിയസ് ബേസിലോട്ടാണ് ബേസാണ് പഠിക്കുന്നത്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതെല്ലാം. അന്നേരം നിങ്ങൾ ആ ബേസിൽ പഠിച്ചു പോവാ. പ്രീവിയസ് പഴയ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിന്റെ ബേസിലോട്ട് ഓരോ കാര്യങ്ങളും പഠിച്ചു പോയി സുഖമായിട്ട് നമുക്ക് കയറി പോകാൻ പറ്റുന്നതാണ്. ഏതായാലും PSC ആയാലും UPSC ആയാലും സെൻട്രൽ ഗവൺമെന്റ് വേറെ ഏത് എക്സാം ആയാലും. ഓക്കെ, അന്നേരം നമ്മൾ നാലാമത്തെ ഓപ്ഷനെ ഛത്തീസ്ഗഡ്, ഇന്ദ്രാവതി നാഷണൽ പാർക്ക് ആൻഡ് കങ്കർ ഘാട്ടി നാഷണൽ പാർക്കാണ് ഛത്തീസ്ഗഡിൽ ഉള്ളത്. ഓക്കെ കുട്ടികളെ, അപ്പൊ ആസാമിന്റെ പഠിച്ചു, ജമ്മുവിന്റെ പഠിച്ചു, ഛത്തീസ്ഗഡ് ആൻഡ് കർണാടക. 4 ഓപ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4 ഓപ്ഷൻ പഠിച്ചു. ഏത് ഓപ്ഷനായിരുന്നു ചോദ്യം എന്ന് ചോദിച്ചാൽ ജമ്മു ആൻഡ് കാശ്മീരിലായിരുന്നു.
ജമ്മു ആൻഡ് കാശ്മീർ 3 പഠിച്ചു കഴിഞ്ഞ് നമ്മൾ അസാമിനെ കുറിച്ചും പഠിച്ചു, ഛത്തീസ്ഗഡ് ആൻഡ് കർണാടകയെ കുറിച്ചും പഠിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരാണ്, എന്നാ UPSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. Queen Nike Devi is remembered as the woman who defeated Dash in 1178. അതായത് ക്യൂൻ നൈക്കി ദേവി എന്തിന്റെ പേരിലാണ് അറിഞ്ഞിരുന്നത്? ഏതാ? ആരെ തോൽപ്പിച്ചതിന്റെ പേരിലാണ് 1178 ആരെ തോൽപ്പിച്ചതിന്റെ പേരിൽ ഫേമസ് അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്നത് ക്യൂൻ നൈക്കി ദേവി ആരെയായിരുന്നു? ഓപ്ഷൻ പറഞ്ഞു. മുഹമ്മദ് ബിൻ തുഗ്ലക് ഉണ്ട്, അൽ സാലിഹ് മുഹമ്മദ് ഉണ്ട്, മുഹമ്മദ് അൽ ബാക്കിർ ഉണ്ട്, മുഹമ്മദ് ഗോരി ഉണ്ട്. കമന്റ് ചെയ്യൂ കുഞ്ഞുങ്ങളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. എന്നാലും ഇത് കമന്റ് ചെയ്യുക. നോക്കട്ടെ നമ്മള് എത്ര വരെ പോയെന്ന് നോക്കാം. നമ്മൾ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണെന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ കൂടാ. ക്യൂൻ നൈക്കി ദേവി is remembered as the woman who defeated Dash in 1178. 1178 ആരെ തോൽപ്പിച്ചതിന്റെ പേരിലായിരുന്നു ക്യൂൻ നൈക്കി ദേവി അറിയപ്പെട്ടിരുന്നത്, ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ആരാ കുഞ്ഞുങ്ങളെ? ഓപ്ഷൻ ഡി. ഗുഡ്. ആരാണ്? ജീവ. ഓക്കെ ഓക്കെ ഓക്കെ. വിലാഷ്. ഓക്കെ ഓക്കെ കുഞ്ഞുങ്ങളെ. അഹിന ഡി, മെഹബിൻ ഡി, ഓക്കെ. റുബീന ഡി, അപർണ ഡി. ഗുഡ് ഗുഡ്. അഖില് ഡി. ഗുഡ്. റുബീന ഡി. ഗുഡ്. സബാഷ് സബാഷ്. അതെ, ഡി തന്നെയാണ്. നാലാമത്തെ ഓപ്ഷൻ മുഹമ്മദ് ഗോരിയെ തോൽപ്പിച്ചുകൊണ്ട് 1178 ക്യൂൻ നൈക്കി ദേവി ഫേമസ് ആയത്. ഓക്കെ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പം ഇത്രയും ക്ലാസ് എടുത്തു. ഏകദേശം വലിയ സമയങ്ങളൊന്നും ആയില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് പോകണം. എന്നും, അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഫ്രീ ആയിട്ട്, അതും ഇതിന്റെ തുടർന്നുള്ള ക്ലാസ്സുകളായിരിക്കും. GK, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ് എല്ലാത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദ്രോണ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്നു. കൂടാതെ നമ്മുടെ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ് എന്നുള്ള ഒരു എന്താ പറയുന്ന സ്ഥാനത്തിലോട്ട് കയറുവാന്ന് വെച്ചാൽ, നഴ്സിംഗ് ഓഫീസറായി കയറണമെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക്, അതായത് 12ാം ക്ലാസ് പാസ്സായ ബയോസയൻസ് എടുത്തിട്ടുള്ള ഒരു കുട്ടിക്ക് കുറച്ച് മെതേഡുകളുണ്ട്. അതായത് ഒരു പരീക്ഷയുണ്ട്, പരീക്ഷയ്ക്ക് ശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിന് ശേഷം ഒരു മെഡിക്കല് മാത്രമായിരിക്കും. മെഡിക്കലും കൂടെ കഴിഞ്ഞ് കുട്ടികൾ MNSലോട്ട് ജോയിൻ ചെയ്യുന്നു. അതിനുശേഷം കുട്ടികൾ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ് കുട്ടികൾക്ക് കിട്ടുന്നത് വെച്ചാൽ BSc നേഴ്സിംഗ് സൗജന്യമായി കിട്ടുന്നു. എവിടെ? ഡിഫൻസിൽ. അത് കഴിഞ്ഞ ശേഷം ഈ കുട്ടികൾ നേരെ 4 വർഷത്തെ ഡിഗ്രി പഠന ശേഷം സർവീസിലോട്ട് മിലിറ്ററി നഴ്സിംഗ് ഓഫീസറായിട്ടായിരിക്കും ഏത് പെൺകുട്ടികളും പോകുന്നത്. ഈ സമയത്ത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കുട്ടികളെ ഇതിന്റെ ശമ്പളം. അതാണ് നമ്മുടെ കേരളത്തിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഇല്ല. അതാണ് മെയിൻ ആയിട്ടുള്ള. MNS എന്താണെന്ന് പോലും അറിയത്തില്ല. എല്ലാവരും പോയി BSc നേഴ്സിംഗ് ചേരും. 4 വർഷം പോയി 8 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്ത് പഠിച്ച നല്ല ജോബാണ്, പഠിച്ചെടുക്കട്ടെ. പക്ഷെ എത്രത്തോളം എക്സ്പെൻസ് ആണെന്ന് ആദ്യം ചിന്തിക്കുക. അതിനുശേഷം നിങ്ങളൊരു എക്സ്പീരിയൻസിനെ അടുത്ത ഹോസ്പിറ്റലിൽ പോകുന്നു. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഏതാ? എക്സ്പീരിയൻസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ജോയിനിങ് ആയി കഴിഞ്ഞ് 25,000 30,000 രൂപയാണ് കിട്ടുന്നത്. അന്നേരം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫ്രീ ആയിട്ട് നമുക്ക് BSc നേഴ്സിംഗ് കിട്ടുന്നതോട് കൂടി നിങ്ങൾ ഏകദേശം ഒരു ഓഫീസർ റാങ്കിൽ, ആർമി ഓഫീസറിന്റെ റാങ്കിലാണ്, ലെഫ്റ്റനന്റ്, ക്യാപ്റ്റന്, മേജർ എന്ന റാങ്കിലാണ് നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുന്നത്. 15 വർഷക്കാലത്തോളം സുന്ദരമായ റെസ്പെക്ട് ആയിട്ടുള്ള IAS IPS തുല്യമായ ഒരു പദവി സാക്ഷാത്കരിക്കണമെങ്കിൽ MNS വഴി പോകുക. നമുക്ക് കുടുംബക്കാർക്ക്, അതായത് നിങ്ങളുടെ പേരൻസിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു BSc നേഴ്സിംഗ് നിങ്ങൾ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാ പൈസ നിങ്ങൾ സേവ് ചെയ്തുകൂടാ? അതിന് നിങ്ങൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദ്രോണ ഡിഫൻസിൽ +1, +2 പാസ്സായ കുട്ടികളുടെ 17 വയസ്സ് മുതൽ
വയസ്സുള്ളവരാണ് നമ്മളിപ്പോ എടുക്കുന്നത്. വരുന്ന ജൂലൈ മാസത്തിന് മുമ്പ് 2025 ജൂലൈ മുമ്പ് 23 വയസ്സ് കഴിയരുത് ജൂലൈ മാസം ആകുമ്പോഴത്തേക്ക്. ഓക്കെ, ബാക്കി എല്ലാ വിശദം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനിയും കാണാം. അടുത്ത GK അല്ലെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂറ്റി അല്ലെന്നുണ്ടെങ്കിൽ വേറെ സബ്ജക്റ്റുമായിട്ട് ഡെയിലി ക്ലാസ് ഉണ്ടായിരിക്കും. എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, അന്നേരം ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടൈം ടു ടൈം എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ കുഞ്ഞുങ്ങളെ, അന്നേരം മറ്റുള്ളവരിലോട്ട് ഇത് ഷെയർ ചെയ്യാം മാക്സിമം. കാരണം എന്ന് വെച്ചാൽ ഫ്രീ ആയി